ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയയിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷനാണ് ഇവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ എനർജി മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസ് എന്നത് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ വഴി ഉണ്ടാകുന്നതാണ് എന്ന് നമുക്കറിയാം. ഫോസിൽ ഫ്യൂവൽസിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നും അതുപോലെ അതിന് എക്സാമ്പിളായിട്ടുള്ള ഫ്യൂവൽസ് ഏതൊക്കെയാണ് എന്നും നമ്മൾ എഴുതണം. Fossil fuels are formed by the transformation of plants and animals that went under the Earth's crust millions of years ago. അനേക വർഷങ്ങൾക്ക് മുമ്പ് എർത്തിൻ്റെ ക്രസ്റ്റിൽ കിടന്നിരുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടാണ് ഫോസിൽ ഫ്യൂവൽസ് രൂപം കൊണ്ടിട്ടുള്ളത്. ദ ട്രാൻസ്ഫോർമേഷൻ ടുക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇങ്ങനെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും എല്ലാം അവശിഷ്ടങ്ങൾ എർത്തിൻ്റെ ക്രസ്റ്റിൽ കിടന്ന് ഒരുപാട് വർഷങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ എന്ത് സംഭവിച്ചു? ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൻ്റെ സാന്നിധ്യമില്ലാതെ ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഫോസിൽ ഫ്യൂവലായിട്ട് രൂപാന്തരം വന്നു. ഇങ്ങനെയുള്ള ഫോസിൽ ഫ്യൂവൽസിന് 3 എക്സാമ്പിളാണ് ഉള്ളത്. അതായത് 3 തരം ഫോസിൽ ഫ്യൂവൽസ് ആണുള്ളത്. കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ ഫോസിൽ ഫ്യൂവൽസ്. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഈ 3 എണ്ണമാണ് ഫോസിൽ ഫ്യൂവൽസായി നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത്. ദേ ആർ നോട്ട് റീപ്ലനിഷ്ഡ് ഓർ റിന്യൂഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ കൺസംഷൻ. ഈ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം തന്നെ റിന്യൂ ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ റീപ്ലനിഷ് ചെയ്യാത്തതാണ്, പുനഃസ്ഥാപിക്കാത്തതാണ്. നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാകാത്ത തരം എനർജി സോഴ്സാണ് ഫോസിൽ ഫ്യൂവൽസ് എല്ലാം. ഹെൻസ് ദേ ആർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതുകൊണ്ട് അവയെ വേറൊരു പേര് കൂടി പറയും, അതാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇനി ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൾ ആണല്ലോ ഫസ്റ്റ് എക്സാമ്പിൾ. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരിയാണ്. കോൾ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഫോസിൽ ഫ്യൂവൽ ഓൺ ദി എർത്ത്. എർത്തിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവലാണ് കോൾ. കോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് കോൾ ഈസ് കാർബൺ. ഇനി കാർബൺ കണ്ടൻറ്റിനെ അടിസ്ഥാനമാക്കി കോളിനെ 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. Based on the carbon content, coal is classified into 4 groups. ആ 4 എണ്ണത്തിൻ്റെയും പേര് ഓർത്തു വെക്കണം. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ. ഈ 4 ടൈപ്പ് കോളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. When coal is distilled in the absence of air, the substance obtained are ammonia, coal gas, coal tar. നമ്മൾ കോളിനെ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൻ്റെ സാന്നിധ്യമില്ലാതെ കോളിനെ ഡിസ്റ്റിലേഷന് വിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ആണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ എന്നിവ. ഇത്രയുമാണ് കോൾ എന്ന ഭാഗത്തിൽ കോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് 2 തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആക്കി, അതല്ലെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആക്കി. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനെ CNG എന്ന് പറയുന്നു. അതുപോലെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെ LNG എന്ന് എഴുതുന്നു. ഇത് രണ്ടും നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ്. നാച്ചുറൽ ഗ്യാസ് എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോസിൽ ഫ്യൂവൽ. മെയിൻ കമ്പോണൻറ്റ് ഈസ് മീതെയിൻ. ഇനി നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് മീതെയിൻ ആണ്. കോളിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് കാർബൺ ആയിരുന്നല്ലോ. നാച്ചുറൽ ഗ്യാസ് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽസ് ഇൻ വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ് ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻസ്. ഇത്തരം കാര്യങ്ങൾ, അതായത് വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ്, അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, ഇവിടെയെല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ട്
നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് LNG. ഇനി CNG യും LNG യും കൂടി കമ്പയർ ചെയ്യുമ്പോൾ LNG നമുക്ക് ഇത്തിരി കൂടി ഈസി ടു ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ ആണ്. അതായത് നാച്ചുറൽ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായി മാറുമല്ലോ. ലിക്വിഫൈ ചെയ്ത രൂപത്തിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്, കൺവീനിയൻ്റ് ആണ്. CNG എന്നത് ഗ്യാസ് രൂപത്തിലാണെങ്കിൽ LNG എന്നത് ലിക്വിഡ് രൂപത്തിലായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് LPG. LPG കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്. അപ്പോൾ കോൾ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, ഇത് മൂന്നുമാണ് ഫോസിൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ പറഞ്ഞത്. അതിലെ കോളിനെ പറ്റിയും നാച്ചുറൽ ഗ്യാസിനെ പറ്റിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പെട്രോളിയമാണ്. പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന അനവധി ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് LPG. പെട്രോൾ, ഡീസൽ, നാഫ്ത, കെറോസിൻ തുടങ്ങിയതെല്ലാം പെട്രോളിയം എന്ന പ്രോഡക്റ്റിൽ നിന്ന് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. LPGയുടെ മെയിൻ കമ്പോണൻറ്റ് ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ എന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആണെന്ന് നമുക്കറിയാം. അത് കളർലെസ് ആണ്, ഓഡർലെസ് ആണ്. കളറില്ലാത്തതും മണമില്ലാത്തതുമായിട്ടുള്ള ഗ്യാസാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPGക്ക് സ്മെല്ലുണ്ട് എന്ന് നമുക്കറിയാം. ആ സ്മെല്ലിന് കാരണം, മണത്തിന് കാരണം അതിൽ ചേർത്തിരിക്കുന്ന ഒരു കെമിക്കലാണ്. അതിൻ്റെ പേര് ഈഥൈൽ മെർക്യാപ്റ്റൻ എന്നാണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ ഈസ് ആഡഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ടു ഡിറ്റക്റ്റ് ഗ്യാസ് ലീക്കേജ്. ഗ്യാസ് ലീക്കേജ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത്രയുമാണ് പെട്രോളിയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി LPGയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി, LPG ആൻഡ് സേഫ്റ്റി എന്ന ഭാഗം. അതിൽ പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്, നെവർ സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് ഇലക്ട്രിസിറ്റി വെൻ ദർ ഈസ് എ ലീക്കേജ് ഓഫ് LPG. ലീക്കേജ് ഉണ്ട് LPG സിലിണ്ടറിന് അല്ലെങ്കിൽ LPGക്ക് സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ആ റൂമിലുള്ള സ്വിച്ചുകൾ, ഇലക്ട്രിക്കൽ സ്വിച്ചുകളൊന്നും നമ്മൾ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പാടില്ല. അവ ഏതവസ്ഥയിലാണോ അവിടെ നിൽക്കുന്നത്, ഓണായിട്ടാണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുക. അതുപോലെ ഓഫ് ചെയ്ത പൊസിഷനാണെങ്കിൽ അത് ഓഫായിട്ട് തന്നെ കിടക്കണം. അല്ലാതെ ഓടിച്ചെന്ന് നമ്മളത് ഓൺ ചെയ്യുമ്പോൾ അവിടെ സ്പാർക്കിനുള്ള സാധ്യത കൂടും. If there is leakage of LPG, it is mandatory to open the doors and windows. ഇനി ലീക്കേജ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, we have to open the doors and windows. ഡോറുകളും വിൻഡോകളും എല്ലാം തുറന്നിടണം. LPGക്ക് എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അറ്റ്മോസ്ഫിയറിൻ്റെ താഴെയായിരിക്കും, അന്തരീക്ഷത്തിൻ്റെ താഴെയായിരിക്കും LPG കാണുന്നത്. LPGക്ക് ഡെൻസിറ്റി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് LPGക്ക്. ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള ഗ്യാസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് ഡെൻസിറ്റി കുറവാണെന്ന്. അപ്പോൾ അതൊക്കെ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കൂടുതൽ ഹൈറ്റിലേക്ക് പൊങ്ങിപ്പോകും. പക്ഷേ LPG അങ്ങനെയല്ല, അതിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് ബോട്ടം, അറ്റ്മോസ്ഫിയറിൻ്റെ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ നിലത്തിനോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും കാണുന്നത്. ഇതുകൂടാതെ എക്സാമിൻ ദ റബ്ബർ ട്യൂബ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് എൻഷുവർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീക്കേജ്. ഇടയ്ക്കിടയ്ക്ക് റബ്ബർ ട്യൂബ് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് വി ഹാവ് ടു എൻഷുവർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലീക്കേജ്. എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്? അവിടെ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ. ടേൺ ഓൺ ദ നോബ് ഓഫ് സ്റ്റൗ ഓൺലി ആഫ്റ്റർ ദ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. അടുത്ത പോയിൻ്റാണ്, റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം റെഗുലേറ്റർ ഓൺ ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റൗ ഓൺ ചെയ്യേണ്ടത്. അല്ലാതെ സ്റ്റൗ ഓൺ ചെയ്തിട്ടിട്ട് റെഗുലേറ്റർ ഓൺ ചെയ്യാൻ പോകരുത്. ടേൺ ഓൺ ദ നോബ് ഓഫ് സ്റ്റൗ ഓൺലി ആഫ്റ്റർ ദ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. എൻഷുവർ ദാറ്റ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് നോട്ട് ഓവർ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. എക്സ്പയറി ഡേറ്റ് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിൽ A24 എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് 24 എന്നത് ഇയറിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതായത് 2024 എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് 24. അതുപോലെ A എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസങ്ങളെ ആണ് A എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മാർച്ച് വരെ
മാർച്ചിലെ അവസാന ദിവസമായിട്ടുള്ള മാർച്ച് 31, 2024 ആയിരിക്കും ഈ A24 എന്ന പേരിൽ നമ്മൾ സിലിണ്ടർ കണ്ടാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. ഇനി ഏപ്രിൽ, മെയ്, ജൂൺ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ B എന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ABCD ഇങ്ങനെ 4 ലെറ്ററാണ് 3 മാസങ്ങളെ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസത്തിനെ A കൊണ്ടും പിന്നെ വരുന്ന 3 മാസങ്ങളെ B കൊണ്ടും പിന്നീടുള്ള 3 മാസങ്ങളെ CD എന്നിങ്ങനെ സൂചിപ്പിക്കും. ഇഫ് എ ഗ്യാസ് ലീക്ക് ഈസ് സസ്പെക്റ്റഡ്, ഡിസ്കണക്ട് ഇലക്ട്രിസിറ്റി ഫ്രം ഔട്ട്സൈഡ്. ഇനി നമുക്ക് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യാനുള്ള മാർഗം എന്താണ്? ഇലക്ട്രിസിറ്റി ഷുഡ് ബി ഡിസ്കണക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. സ്വിച്ച് ഓഫ് ദ റെഗുലേറ്റർ ആൻഡ് ഷിഫ്റ്റ് ദ സിലിണ്ടർ ടു ആൻ എംപ്റ്റി സ്പേസ്. ഇനി എന്ത് ചെയ്യണം? റെഗുലേറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് സിലിണ്ടർ എടുത്ത് എംപ്റ്റി സ്പേസിലേക്ക്, തുറസായ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. കീപ് ദ വിൻഡോസ് ആൻഡ് ഡോർസ് ഓപ്പൺ. എപ്പോഴും വിൻഡോസും അതുപോലെ ഡോറുകളും തുറന്നു വെക്കണം. വെൽ ട്രെയിൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ക്യാൻ പുട്ട് ഔട്ട് ദ ഫയർ ബൈ കവറിംഗ് ദ ടോപ്പ് എൻഡ് ഓഫ് ദി സിലിണ്ടർ വിത്ത് വെറ്റ് സാക്ക് ടു പ്രിവെൻറ്റ് ദ കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ. ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന് നമുക്ക് അറിയാം, തീ അണയ്ക്കാൻ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? ഒരു നനഞ്ഞ ചാക്ക് ഉപയോഗിച്ച് അതിനെ പൊതിഞ്ഞ് ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൊടുക്കാതെ ആ തീ അണയ്ക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി ആൻഡ് LPG എന്ന ഭാഗത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി വരുന്ന ടോപ്പിക്ക് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി. ഗ്രീൻ എനർജി എന്നത് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന എനർജിയെയാണ് നമ്മൾ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓൾ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ബിലോങ് ടു ദിസ് കാറ്റഗറി. റിന്യൂ ചെയ്യാവുന്ന സോഴ്സുകളിൽ നിന്ന്, റിന്യൂ ചെയ്യാവുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ വിൻഡോ, സോളാർ എനർജിയോ പോലെ റിന്യൂവബിൾ ആയിട്ടുള്ള റീപ്ലനിഷ് ചെയ്യാവുന്ന എനർജി സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഗ്രീൻ എനർജി എന്ന് പറയുന്നു. ഇനി ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ് സച്ച് ആസ് പെട്രോളിയം ആൻഡ് കോൾ. പെട്രോളിയം, കോൾ തുടങ്ങി നോൺ റിന്യൂവബിൾ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ബ്രൗൺ എനർജി. ഇതുകൂടാതെ ന്യൂക്ലിയർ എനർജിയെയും നമ്മൾ ബ്രൗൺ എനർജി ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതെല്ലാം എൻവയോൺമെൻറ്റിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രൗൺ എനർജി കോസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഗ്ലോബൽ വാർമിംഗ്. ഗ്രീൻ എനർജിക്കും അതുപോലെ ബ്രൗൺ എനർജിക്കും എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 എക്സാമ്പിളുകളാണ് ഇനി പറയുന്നത്. ഗ്രീൻ എനർജി എന്നതിൽ സോളാർ സെൽ, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, വിൻഡ് മിൽസ് ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇതെല്ലാം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നവയല്ല. ബ്രൗൺ എനർജിയിൽ വരുന്നത് ആറ്റോമിക് റിയാക്ടേഴ്സ്, ന്യൂക്ലിയർ എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന ആറ്റോമിക് റിയാക്ടറുകൾ, ഡീസൽ എൻജിൻസ്, തെർമൽ പവർ സ്റ്റേഷൻസ്, കോൾ, ഇതെല്ലാം ബ്രൗൺ എനർജിയുടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ അവ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം വഴി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലാണ് അത്തരം എനർജി സോഴ്സിനെയാണ് ബ്രൗൺ എനർജി എന്ന് വിളിക്കുന്നത്. അങ്ങനെ എൻവയോൺമെൻറ്റിന് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത നല്ല എനർജി സോഴ്സുകളെയാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. ലാസ്റ്റ് ടോപ്പിക് ഈസ് എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ് ബട്ട് ഡിക്രീസിങ് അവൈലബിലിറ്റി. എനർജി ക്രൈസിസ് അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഡിമാൻഡ്, നമുക്ക് ഒത്തിരി ആവശ്യം വർദ്ധിച്ചു വരിക, അതേസമയം നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരിക. കിട്ടാനില്ല, പക്ഷെ നമുക്ക് ആവശ്യം കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴാണ് എന്തിലും ക്രൈസിസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് എനർജിയുടെ കാര്യവും. എനർജി ക്രൈസിസ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ് ബട്ട് ഡിക്രീസിങ് അവൈലബിലിറ്റി. എനർജി ക്രൈസിസിൻ്റെ ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി 2 കാര്യങ്ങൾ കൂടിയേ പറയാനുള്ളൂ. റീസൺസ് ഫോർ എനർജി ക്രൈസിസ്. എനർജി ക്രൈസിസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം, ഒരു 4 പോയിൻ്റെങ്കിലും അതിൽ പഠിച്ചു വെക്കണം. റീസൺസ് ഫോർ എനർജി ക്രൈസിസ്. എനർജി ഈസ് വേസ്റ്റഡ്, അല്ലേ? എനർജി ഒരുപാട് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. വേസ്റ്റേജ് ഓഫ് എനർജി ഒന്നാമത്തെ പോയിന്റ്. എക്സസ് യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. നോൺ റിന്യൂവബിൾ സോഴ്സുകളുടെ കൂടിയ ഉപയോഗം. എക്സസ് യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്.
അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, കൂടുതൽ ഇൻഡസ്ട്രീസ് വരുമ്പോൾ വ്യവസായങ്ങൾ വളരുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ട എനർജിയുടെ ആവശ്യങ്ങൾ കൂടി വരും. അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് എനർജി സോഴ്സുകൾ ഇല്ലാതെ വരുമ്പോൾ നമുക്കത് എനർജി ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യും. കൂടാതെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ കൂടി വരുമ്പോൾ അത്രയും ആൾക്കാർക്ക് വേണ്ട എനർജി വേണം. അത്രയും എനർജി നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അവൈലബിലിറ്റി ഇല്ലെങ്കിൽ അവിടെ എനർജി ക്രൈസിസിന് അത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ 4 പോയിൻ്റാണ് റീസൺസ് ഫോർ എനർജി ക്രൈസിസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ എനർജി ക്രൈസിസ്? Energy is wasting, excess usage of non-renewable source of energy, industrialization and population growth. നെക്സ്റ്റ് ഈസ് സൊല്യൂഷൻസ് ഫോർ എനർജി ക്രൈസിസ്. ഇതിന് കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. എനർജി ക്രൈസിസിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. 4 പോയിൻ്റെങ്കിലും ഇവിടെയും പഠിച്ചു വയ്ക്കുക. സാധാരണയായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, എനർജിയുടെ യുക്തിപരമായ ഉപയോഗം. എവിടെ വേണം എവിടെ വേണ്ട എന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എനർജി യൂസ് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ബൾബുകളോ ഫാനുകളോ ഒക്കെ ഓൺ ചെയ്യുക. ആവശ്യമില്ലാതെ അത് വർക്ക് ചെയ്യുന്നത് കണ്ടാൽ അത് ഓഫാക്കി വെക്കുക. ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി. സോളാർ എനർജി ഒരു റിന്യൂവബിൾ എനർജി സോഴ്സാണ്. എത്ര നമുക്ക് എടുത്താലും വീണ്ടും വീണ്ടും അത് റിന്യൂ ചെയ്യപ്പെടും. അങ്ങനെയുള്ള എനർജി സോഴ്സിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി. തേർഡ് പോയിൻറ്റ്, മേക്കിംഗ് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഫാർ ആസ് പോസിബിൾ. പൊതുഗതാഗതം, ബസ്, റെയിൽ അങ്ങനെയുള്ള പൊതുഗതാഗത മാർഗങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ഓരോ വണ്ടിയിൽ പോകാതെ ഒന്നിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എനർജി ലാഭിക്കാം. ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻസിനൊക്കെ വരുന്ന കംപ്ലൈൻറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ നന്നാക്കുക. അതായത് ഒരു മെഷീൻ വന്ന് അതിൻ്റെ ഒരു പാർട്ടിന് തന്നെ പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ നമ്മളത് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ പ്രശ്നവും കഴിഞ്ഞ്, അതായത് അത് മൊത്തത്തിൽ തകരാറാവുന്ന വരെ വെയിറ്റ് ചെയ്യാതെ ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി ക്രൈസിസ് ഒരു പരിധിവരെ കുറയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക.